ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. അപ്പം റീസെൻ്റ്ലി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും ഇറ്റ്സ് ഫോക്കസിങ് ഓൺ അവർ എക്സാം ദറ്റ്സ് കമ്മിങ് അപ്പ് ടുമോറോ. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ്. വാട്ട് ആർ സം ടിപ്സ് യു ക്യാൻ ഫോളോ ടു അറ്റൻഡ് യുവർ എക്സാം കോൺഫിഡൻ്റ്ലി? എന്തൊക്കെ ടിപ്സാണ് നമുക്ക് നോക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ വിൽ സ്റ്റാർട്ട് വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം നമുക്ക് എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. വാട്ട് ഈസ് എ പാറ്റേൺ, എത്ര മാർക്സ് നമുക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നമ്മുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പേപ്പർ എന്ന് പറയുന്നത് 45 മാർക്സ് ആണ് എക്സ്റ്റേണൽ വരിക. ഞാൻ കുറച്ച് കമൻസ് കണ്ടിരുന്നു, എത്ര മാർക്സ് പാസിംഗ് മാർക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ട്. ഇപ്പോൾ കുറേ പേര് 14 ആണെന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ജസ്റ്റ് ഫോർ എ ക്ലാരിഫിക്കേഷൻ 45 മാർക്സിൽ 14 മാർക്സ് നമുക്ക് എക്സ്റ്റേണൽ മാർക്കാണ്. ഓക്കെ, അപ്പം ഇത് കൂടാതെ ഇൻറ്റേർണലും ഉണ്ട്. ഇൻറ്റേർണൽ നമ്മൾ അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതി സബ്മിറ്റ് ചെയ്തതാണല്ലോ. അപ്പം ഇൻറ്റേർണൽ 20 മാർക്സ് ആണ്. സോ ഇൻറ്റേർണൽ അടക്കം 45 + 20 ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്സ് 65 ആണ്. ഓൾറൈറ്റ്, ഇനി ഈ 65ൻ്റെ വേണം നമുക്ക് പാസ്സാവാനായിട്ട്. അപ്പോൾ അത് വരുമ്പോൾ ഒരു ഏകദേശം ഒരു 23-24 മാർക്സിലേക്ക് വരുന്നുണ്ട്. സോ ഈ 23-24 മാർക്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മളുടെ എക്സാം പാസ്സായി എന്ന് നമുക്ക് കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റുള്ളൂ. ഇനി ഇൻറ്റേർണൽ മാർക്സ് ഒരു മിനിമം റിക്വയർമെൻ്റ് ഒന്നുമില്ല. അതായത് ഇൻറ്റേർണൽ 20ൽ ഇത്ര മാർക്ക് വേണം, വാങ്ങിച്ചിരിക്കണം എന്നുള്ളൊരു റിക്വയർമെൻ്റ് ഒന്നുമില്ല. പക്ഷേ എക്സ്റ്റേണൽ എക്സാമിനുണ്ട്. അതാണ് ഈ 14 മാർക്സ്. ഓക്കെ, ഇപ്പോൾ 14 മാർക്സ് മാത്രം വാങ്ങിയതുകൊണ്ട് യു കനോട്ട് ഇൻറ്റേർണലും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം എക്സ്റ്റേണൽ മാർക്ക് 14 ആൻഡ് ദെൻ ഒബ്വിയസ്ലി ഇൻറ്റേർണൽ മാർക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 23 അല്ലെങ്കിൽ 24 ജസ്റ്റ് ബി സേഫ്. അതാണ് നമ്മുടെ മാർക്സ്. ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ്. എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്? ഇത് ഞാൻ കൗണ്ട്ലെസ് ടൈംസ് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലും അതുപോലെ തന്നെ റിവിഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. 4 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക അല്ലേ. സെക്ഷൻ A, B, C and D. സെക്ഷൻ A ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഓർ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. 1 വേർഡിൽ ഉത്തരം കൊടുക്കാവുന്ന ചോദ്യങ്ങൾ വരുന്നത് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ B എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആൻസേഴ്സ്, 1-2 സെൻറ്റൻസിൽ മാക്സിമം എഴുതി ഉത്തരങ്ങൾ നമ്മൾ എഴുതേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അത് 2 മാർക്സ് ആണ്. ഓക്കെ, C എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, ഷോർട്ട് ആൻസേഴ്സ്. ആൻഡ് ഫൈനലി വി ഹാവ് our essay ക്വസ്റ്റ്യൻ 10 മാർക്സിൻ്റെ. ഇനി ഇതിന് എത്ര ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്? സെക്ഷൻ A and B, അതായത് 1 വേർഡും അതുപോലെ തന്നെ 1-2 സെൻറ്റൻസുകളിലായിട്ട് എഴുതേണ്ട 2 സെക്ഷൻസും 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓരോ സെക്ഷനിലും. സെക്ഷൻ Aയിൽ 8 ക്വസ്റ്റ്യൻസ്, സെക്ഷൻ Bയിൽ 8 ക്വസ്റ്റ്യൻസ്, ചോയ്സ് അടക്കം. ഓരോ സെക്ഷനിൽ നിന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. സോ സെക്ഷൻ A and B ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം വരുന്നത് എന്താണ്? സെക്ഷൻ C 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 6 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോയ്സ് അടക്കം ഉണ്ടാവുക. അതിൽ 4 നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ. ആൻഡ് ഫൈനലി എസ്സേ ക്വസ്റ്റ്യൻ 2 എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ചോയ്സ് അടക്കം ഒരു എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സോ സെക്ഷൻ A and B 15 മാർക്സ്, സെക്ഷൻ C 20 മാർക്സ് ആൻഡ് സെക്ഷൻ D 10 മാർക്സ്, ടോട്ടൽ 45. ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് സെക്ഷനായിട്ട് പോകാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത്, ഏതൊക്കെ സെക്ഷൻസ് ആണ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവും വെരി ഷോർട്ട് ആൻസേഴ്സും യൂഷ്വലി മിക്ക എക്സാമുകളിലും നമുക്ക് പ്രീവിയസ് പാറ്റേൺ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ആദ്യമായിട്ടായിരിക്കും. സോ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. ബട്ട് ഒരു 85% 90% നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരിക. നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. നമ്മൾ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കോമൺ ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരിക. പിന്നെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു നമ്മുടെ ഈസി ക്വസ്റ്റ്യൻസിലും 2 and 1 മാർക്ക് ക്വസ്റ്റ്യൻസിലും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കൊടുത്തിരുന്നു അല്ലേ. ഏതൊക്കെയാണ്? ഒറിജിൻ ഓഫ് ലാംഗ്വേജ് തിയറി നോക്കുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സിൻ്റെ പേരുകൾ നോക്കുക, കമ്മ്യൂണിക്കേഷൻ, സ്കാനിങ് ആൻഡ് സ്കിമ്മിങ്, ഇതെല്ലാം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ MP3 MP4 ഇത്തരം ഷോർട്ട് അബ്രീവിയേറ്റഡ് വേർഡ്സിൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 8 ക്വസ്റ്റ്യൻസിൽ 5 എണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പം ധൈര്യമായിട്ട് നമുക്കൊരു ലെറ്റ്സ് സേ ഒരു 3 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ Aയിൽ നിന്നും Bയിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്കായി? 3 മാർക്ക് സെക്ഷൻ Aയിൽ നിന്ന് കിട്ടുന്നു. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണല്ലോ. പിന്നെ സെക്ഷൻ Bയിൽ നിന്നും 2 മാർക്ക് വെച്ച് 3, നമുക്കൊരു 9 മാർക്ക് ഓൾറെഡി കിട്ടി.
അല്ലേ. പിന്നെ വരുന്നത് സെക്ഷൻ സിയിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഇവിടെ കുറച്ച് ടോപ്പിക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അഗൈൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീക്കിംഗ്, ഒരു കോംപ്രഹെൻഷൻ പാസേജ് വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസണിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിയൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പം അത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 5 മാർക്കിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ലെറ്റ്സ് സേ നമുക്കൊരു പകുതി 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ ഒരു 10 മാർക്ക്, അല്ലെങ്കിൽ 4 അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചോ, 6 ക്വസ്റ്റ്യൻസിൽ 4 അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഷുവർ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയാലും വി ക്യാൻ ഗെറ്റ് 10 മാർക്സ് ആണല്ലോ. സോ രണ്ടും കൂടി വി ഹാവ് 6 and 3 9 + 10 അപ്പം തന്നെ 19 ഈസി പാസ്. പിന്നെ ഓബ്വിയസ്ലി വി ഹാവ് എസ് എ ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻസ് ആണ് വരിക ചോയ്സ് ആയിട്ട്. അതിൽ നമുക്ക് പറയട്ടെ, ഇഫ് യു ആർ റിയലി വെൽ പ്രിപ്പയർഡ്, നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ലിസ്റ്റ് നോക്കിയാൽ മതി. ഞാനത് കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് എസ് എ ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ കം ഫോർ യുവർ എക്സാം, വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഓരോന്നും ഓരോ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. 1 മാർക്കിൻ്റെ, 2 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെ, ആൻഡ് ഫൈനലി എസ് എ ക്വസ്റ്റ്യൻ. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി ഒന്ന് പ്രിപ്പയർഡ് ആയിരുന്നാൽ മതി. അപ്പം ഇതിലായാലും എസ് എ ക്വസ്റ്റ്യനിലായാലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കാം, ഫോർമൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കാം, 4 ടൈപ്സ് ഓഫ് സ്കിൽസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പർപ്പസ് ഫോർ സ്പീച്ച് ആയിരിക്കാം, റൈറ്റിംഗ് പ്രോസസ്സ് ആയിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ. ഇതിൻ്റെ ഒരു എസ് എ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ഒരു മിനിമം 5 മാർക്സ് നമുക്ക് കിട്ടിയെന്ന് വെച്ചോ, അപ്പോൾ തന്നെ നമുക്ക് 19 + 5 24 നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ 65 മാർക്സിൻ്റെ മിനിമം പാസ്സാവേണ്ടത് 24 ആണ്. 24 മാർക്സ് നമ്മളുടെ എക്സ്റ്റേണൽ തന്നെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ നിങ്ങൾ ഒന്നുകൊണ്ടും പാനിക്കൊന്നും ആവേണ്ട. ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ ഹാവ് ഗിവൻ യു. ഇതിൽ നിന്നും ഷുവറായിട്ടും പല ക്വസ്റ്റ്യൻസ് വരാനുള്ളതാണ്. ഞാൻ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഓബ്വിയസ്ലി നമ്മളുടെ ഇപ്പോഴത്തെ പാറ്റേൺ അല്ല, ബട്ട് എങ്കിൽ പോലും അതും റെഫർ ചെയ്തുകൊണ്ട് അതിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സാക്കാതെ, അപ്പോൾ ഇതിൽ നിന്ന് 1-2 പഠിച്ചിട്ട് പോകരുത്. ഇഫ് യു ക്യാൻ കവർ ഓൾ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ ഹാവ് ഗിവൻ യു. ഓക്കെ, ഇനിയുള്ളൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ എസ് എ ക്വസ്റ്റ്യൻസിൽ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസും കവർ ചെയ്യാവുന്നതാണ്. ബിക്കോസ് 2-3 ടോപ്പിക്സ് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇറ്റ് കീപ്സ് റിപ്പീറ്റിംഗ് ഇൻ ഇറ്റ് സെൽഫ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കമ്മ്യൂണിക്കേഷൻ. എന്തായാലും വരുന്നൊരു ചോദ്യമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വരാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും 2 മാർക്സോ 1 മാർക്കൊക്കെ ആയിട്ട് ചോദിക്കും. എന്താണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ ചോദിക്കാൻ ഒരു 90% ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ 4 ടൈപ്സ് ഓഫ് സ്കിൽ എന്താണ്, ആക്റ്റീവ് സ്കിൽസ് എന്താണ്, പാസീവ് സ്കിൽസ് എന്താണ്, ഇതെല്ലാം ഇൻ കേസ് ഇത് എസ് ആയിട്ട് വന്നില്ലെങ്കിൽ പോലും 1 മാർക്കോ 2 മാർക്കോ ഈവൻ 5 മാർക്സോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുക. ഇനി മറ്റൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ടാകും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് പഠിച്ച് റെഡി ആയിട്ട് വരിക. ബിക്കോസ് അതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഒബ്ജക്റ്റീവിൽ നിന്ന് 1 മാർക്ക് ക്വസ്റ്റനോ 2 മാർക്ക് ക്വസ്റ്റനോ എന്താ പറയുക ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് അറ്റൻഡ് ചെയ്യാം. സോ നമ്മളൊന്ന് നന്നായി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് പാസ്സാകാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഗോൾ പാസ്സാവാനാണോ? അല്ല, ആർ ഗോൾ ഇസ് ടു സ്കോർ as much as we can. നമുക്ക് പറ്റുന്ന അത്രയും മാക്സിമം സ്കോർ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫോക്കസ്. സോ നന്നായി പഠിക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. കുറച്ച് ടിപ്സ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ്. വൺ മോർ തിങ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് ബ്ലോക്സ് ഞാൻ പറയാം. നമുക്ക് ടെക്സ്റ്റിൽ 4 ബ്ലോക്സ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതിൽ ഫസ്റ്റത്തെ ബ്ലോക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലും അറിയാം, അതിൽ നിന്നാണ് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ളത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ, ഫോർമൽ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളത് സെക്കൻഡ് ബ്ലോക്കിൽ 4 ടൈപ്സ് ഓഫ് സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളത്. സെക്കൻഡും തേർഡിലും മോസ്റ്റ്ലി ചോദിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൽസിനെ കുറിച്ചിട്ടുള്ളതാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിഫറെൻറ്റ് റിസോഴ്സസ് ചോദിക്കാം. എന്തൊക്കെ റിസോഴ്സസ്? ഫോർ എക്സാമ്പിൾ യൂട്യൂബ്, പോയട്രി ഓർഗനൈസേഷൻ, പോയട്രി ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഓൺലൈൻ റിസോഴ്സസ് പഠിച്ചല്ലോ, അതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുണ്ടാവുക. പിന്നെ ഉള്ളത് 3rd, 4th നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം സൈബർ സ്പേസ്, സൈബർ ലോ,
അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സൈബർ ക്രൈം എന്താണ്, സോഷ്യൽ മീഡിയ എന്താണ്, എന്തൊക്കെ ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ ഉണ്ട്, അതൊക്കെ നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്നതല്ലേ, ബിക്കോസ് വി ആർ ലിവിങ് ഇൻ ദാറ്റ് എറ അല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയ എക്സാമ്പിൾസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ, എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമ്മുടെ സൊസൈറ്റി നമുക്ക് നന്നാക്കാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അങ്ങനത്തെ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എക്സാമ്പിൾസ് വെച്ച് എഴുതി കൂടെ ധൈര്യമായിട്ട് എഴുതാം. സോ അങ്ങനത്തെ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ പാനിക് ആവാതിരിക്കുക. സൈബർ ക്രൈംസ് ആയാലും നമുക്കറിയാം, സൈബർ ക്രൈംസ് നമ്മുടെ നാട്ടിലിപ്പോൾ എന്തൊക്കെ നടക്കുന്നു, പൈസ തട്ടിപ്പ് നടത്തുന്നുണ്ട്, ദ മോർഫ്ഡ് ഫോട്ടോസ് വരുന്നുണ്ട്, വീഡിയോസ് ലീക്ക് ആവുന്നുണ്ട്, അതെല്ലാം സൈബർ ക്രൈമുകളാണ്. അത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇനിയിപ്പോൾ സൈബർ ക്രൈം മെൻഷൻ ചെയ്ത സ്ഥിതിക്ക് സൈബർ സ്പേസിൻ്റെ ആ ചാപ്റ്ററിൽ ഫൈനൽ ബ്ലോക്കിലാണ് കുറച്ച് ടെക്നോളജിക്കൽ ടേംസ് കൊടുത്തിട്ടുണ്ട്, സൈബർ ലോസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. അത് 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാനുണ്ട്. സോ ബേസിക്കലി ചാപ്റ്റർ ബ്ലോക്ക് 1 നിന്നും ബ്ലോക്ക് 4 ഒന്ന് ഫോക്കസ് ചെയ്യുക. ആൻഡ് 2 and 3 സ്കിൽസ് എന്താണ്, ഈ സ്കില്ലുകളുടെ റിസോഴ്സസ് എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുക, ഇപ്പോൾ ലിസ്ണിങ് എങ്ങനെയാണ് ബെറ്റർ ആക്കാൻ പറ്റുക, റീഡിങ് എങ്ങനെയാണ് ബെറ്റർ ആക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ റിസോഴ്സസ്, ഓൺലൈൻ റിസോഴ്സസ് യു ക്യാൻ യൂസ്, അതൊന്ന് നോക്കി വെച്ചേക്കുക. ആൻഡ് ഓൾസോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്ണിങ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീക്കിംഗ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഉണ്ട്. ഇതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുകയാണ്. അത്തരം കാര്യങ്ങൾ കണ്ടാൽ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക, വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ നല്ല കാമായിട്ട് പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ ഈസി ആയിട്ട് എക്സാം പാസ്സായി വരാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. സോ ഡോണ്ട് ബി വറീഡ്. നമ്മുടെ ലാസ്റ്റത്തെ ഡേ ആണ്, നാളെയാണ് എക്സാം. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. സോ ദാറ്റ് വിൽ ബി ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ ഗൈസ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.